നമസ്കാരം. സത്താൻ മെനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നീതു. ഇന്ന് സത്താൻ മെനുവിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓണിയൻ ചട്നിയാണ്. വളരെ ഈസി ആയിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് ഈ ഓണിയൻ ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസാണ് ഇതൊക്കെ. ഞാനിവിടെ ഏകദേശം ഒരു വലിപ്പമുള്ള ഒരു സവോള എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ചെറിയ ഉള്ളി കൂടി എടുക്കാം. ഞാനിവിടെ സവോളയാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് താളിക്കാൻ ആവശ്യത്തിന് എണ്ണ, കടുക്, കറിവേപ്പില, പിന്നെ വറ്റൽമുളക്, അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇപ്പോൾ താളിക്കുക എന്നുള്ളത് ഓപ്ഷണലാണ്. ഞാനിവിടെ താളിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താളിച്ചൊഴിക്കാം. ആദ്യം ഒരു പാൻ എടുത്തിട്ട് അതിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വറ്റൽമുളക് എടുക്കുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. ഞാനിവിടെ ഏകദേശം 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല എരിവുള്ള വറ്റൽമുളകാണ്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് വറ്റൽമുളക് എടുക്കുക. ഇത് നന്നായി എണ്ണയിലിട്ടതൊന്ന് ചൂടാക്കി എടുക്കുക. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകാതെ സൂക്ഷിക്കുക. അപ്പോൾ നമ്മുടെ വറ്റൽമുളക് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊരു വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വയ്ക്കുക. അതേ എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ചെറിയുള്ളി എടുക്കണമെന്നുണ്ടെങ്കിൽ ചെറിയുള്ളി എടുക്കാം. ചെറിയുള്ളി ആയിരിക്കും ശരിക്കും അതിന് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഞാനിവിടെ വലിപ്പമുള്ള ഒരു സവാള ഇതുപോലെ ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഒരുപാട് ബ്രൗൺ നിറം ആകാൻ വെയിറ്റ് ചെയ്യരുത്. ഏകദേശം ഒന്ന് വാടി വന്നാൽ മതി. അപ്പോൾ നമ്മളുടെ സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു ചെറിയൊരു തക്കാളി ഇതുപോലെ ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്നിക്ക് ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തക്കാളി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വാളംപൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മളുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം തണുക്കാൻ വയ്ക്കുക. തണുത്തതിന് ശേഷം നമ്മൾ ഇതും മുളകും കൂടെ ചേർത്തൊന്ന് അരച്ചെടുക്കണം. നമ്മളുടെ ഉള്ളിയും തക്കാളിയും വറ്റൽമുളകും ചേർത്ത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് അരച്ചെടുക്കാം. ഞാനിതിലേക്ക് താളിച്ചൊഴിക്കുന്നില്ല. അപ്പോൾ താളിക്കണമെന്നുണ്ടെങ്കിൽ എണ്ണ ചൂടാക്കി കടുകും കറിവേപ്പിലയും ഇട്ടിട്ട് താളിച്ചൊഴിക്കാം. അപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കുന്നതും ടേസ്റ്റാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. താളിച്ചൊഴിക്കണമെന്നില്ല. അപ്പോൾ ഇതുപോലെ തന്നെ വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ നമ്മുടെ ഓണിയൻ ചട്നി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഹാപ്പി കുക്കിംഗ്.